ഇതൊക്കെ വീട്ടിൽ തന്നെ വളരെ ഈസിയായിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ബേക്കറിയിൽ നിന്നൊന്നും ഇനി വാങ്ങേണ്ട ഒരാവശ്യമില്ല. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്ക്ക് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഈ ഒരു നെയ്യും പഞ്ചസാരയും നല്ലപോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഫോർക്ക് ഉപയോഗിച്ച് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് ആ ഒരു പഞ്ചസാരയും നെയ്യും നല്ലപോലെ തന്നെ യോജിച്ച് നല്ല ഫ്ലഫി ആയിട്ടും അതുപോലെ തന്നെ കളറും ഒരല്പം മാറിയതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാനില ഫ്ലേവറിലുള്ള കസ്റ്റേർഡ് പൗഡറാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇന്നിവിടെ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് കസ്റ്റേർഡ് ഫ്ലേവറിലുള്ള ബിസ്ക്കറ്റാണ്. അതുകൊണ്ടാണ് കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ബേക്കിംഗ് സോഡയല്ല. ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കൈ ഉപയോഗിച്ച് ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുമ്പോൾ പാലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അത് കുഴഞ്ഞ് വരുമ്പോൾ ആ ഒരു നെയ്യുടെയും പഞ്ചസാരയുടെയും പറ്റിൽ തന്നെ നമുക്കത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇതുപോലെ നന്നായിട്ടൊന്ന് അമർത്തി അമർത്തി മിക്സ് ചെയ്തെടുക്കുക. ഇതങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടൊന്നും ആയി വരില്ല. ഒരു പൊടിഞ്ഞു പോകുന്ന രീതിക്കുള്ള കൂട്ടായിരിക്കും ഉണ്ടാകുക. പക്ഷെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാ ഈ ഒരു രീതിക്ക് നമുക്കിതുപോലെ ഒന്ന് പിടിച്ചാൽ കിട്ടണം. ആ ഒരു പാകത്തിലാക്കിയെടുത്താൽ മതി. അഥവാ നെയ്യ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരല്പം നെയ്യ് ചേർത്ത് ആ ഒരു പാകത്തിനാക്കിയെടുക്കാം. ഇനി ഇത് ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു പാത്രം നല്ലപോലെ തന്നെ നെയ്യ് തടവി എടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരല്പം മൈദ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് ബട്ടർ പേപ്പർ ലൈൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഈ ഒരു രീതിക്ക് ചെയ്തെടുത്താൽ മതി. എക്സസ് ആയിട്ടുള്ള മൈദ കൊട്ടിക്കളയാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇനി ഇതെങ്ങനെയാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ദാ ഒരല്പം കൂട്ടി ഇതുപോലെ എടുക്കുക. കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാനൊക്കെ പറ്റും. പക്ഷെ പരത്തുമ്പോൾ ചെറുതായിട്ട് ക്രാക്കൊക്കെ വരും. അതിങ്ങനെ അരികുകൾ പിടിച്ച് പ്രസ് ചെയ്തെടുക്കുകയാണെങ്കിൽ ക്രാക്ക് ഇല്ലാതെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. സാധാരണ ഒരു ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു രീതിക്ക് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഒട്ടും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഈ ഒരു രീതിക്ക് ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓവനൊന്നും ഇല്ലാതെയാണ് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അലുമിനിയം പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും ഒരു സ്റ്റാൻഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നേരത്തോളം നല്ലപോലെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രമാണിത്. ആ ഒരു പാത്രത്തിലേക്ക് നമ്മളുടെ ഈ ഒരു പ്ലേറ്റ് ഇറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ലോ ഫ്ലെയിമിലല്ല. ഏകദേശം 20 മുതൽ 25 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ ബേക്ക് ചെയ്തെടുത്താൽ മതി. 20 മിനിറ്റൊക്കെ ആകുമ്പോൾ നിങ്ങൾക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല കളർ വന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ആ ഒരു സമയമാകുമ്പോൾ എടുത്തോളൂ. അതിൻ്റെ ആ ഒരു കളർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ദാ ഇതിൻ്റെ ചൂടൊക്കെ ആറി വരുമ്പോഴാണ് അത് നല്ല ക്രിസ്പി ആയിട്ട് വരിക. ആദ്യമേ തൊടാൻ വേണ്ടി പോയാൽ അത് പൊടിയുന്ന രീതിക്കായിരിക്കും ഉണ്ടാകുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കസ്റ്റേർഡ് ഫ്ലേവറിലുള്ള ബിസ്ക്കറ്റാണ് നമ്മളിന്നിവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഈ ഒരു ബിസ്ക്കറ്റ് ഉണ്ടാകുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഫ്ലേവറിലാണ് ഇതുള്ളത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.